ഇന്ന് നമുക്ക് വാലന്റൈൻസ് ഡേക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിയാലോ? ഇതിന്റെ ഉള്ളിൽ എന്താന്ന് വീഡിയോ മുഴുവൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം തന്നെ ഇതുപോലെയുള്ള ഒരു പേപ്പർ എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ പേപ്പർ രണ്ടായി മുറിച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ സോൾമേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും. പിന്നെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഹേർട്ട് നിർബന്ധമാണ്. സോ ഇതുപോലെയുള്ള ഹേർട്ട് ഉണ്ടാക്കുക. റോസ് കളർ ഞാൻ ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 4 ഹേർട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വളരെ മിനിമൽ ആയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വല്ല കോഡ്സോ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. ഇനി നമ്മളിത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഹോൾസ് ഇടുന്നുണ്ട്. അതായത് ഫ്രണ്ടിലെ ഹേർട്ടിലും അതുപോലെ ബാക്കിലെ ഹേർട്ടിലുമാണ് നമ്മൾ ഹോൾ ഇടുന്നത്. എന്നിട്ട് ഓരോ ഹേർട്ടും അതിൽ അറേഞ്ച് ചെയ്തതിനു ശേഷം നമുക്കൊരു നൂലെടുത്ത് കെട്ടി കൊടുക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെയുള്ള ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് കൊടുക്കുക. കാരണം എപ്പോഴും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. പിന്നെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നതും അങ്ങനെ ഒരുപാട് വാലന്റൈൻസ് ഡേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ നമുക്ക് ഇതുപോലെ അടിച്ചു പൊളിക്കാം. പിന്നെ കമ്മിറ്റഡ് അല്ലാത്ത ആരും ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതുപോലെയുള്ള ഗിഫ്റ്റ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കും വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഡ്രോപ്പ് യുവർ ലവ്.